CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിൽ വിവാഹത്തിനെത്തിയ സംഘത്തിന്റെ ജീപ്പ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന കാറിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. തെക്കേനടയിലെ ഔട്ടർ റിംഗ് റോഡിൽ രാവിലെ 11ഓടെയായിരുന്നു അപകടം. പൂവത്തൂരിൽ ടോറസ് കയറി സ്കൂട്ടർ യാത്രികയായ വിദ്യാർത്ഥിനി മരിച്ചു. പൂവത്തൂർ കാട്ടേരി വെട്ടിയാറ അഭിമന്യുവിന്റെ മകൾ 18 വയസ്സുള്ള ദേവപ്രിയയാണ് മരിച്ചത്. പാറയമ്പാടത്ത് നിയന്ത്രണം വിട്ട ഇലക്ട്രിക് ഓട്ടോ ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ച് അപകടം, 3 പേർക്ക് പരിക്കേറ്റു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുട്ടഞ്ചേരി കോതക്കുളത്തിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. 45 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുളം നവീകരിച്ചത്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ അങ്കണവാടി വിദ്യാർത്ഥികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു. പുതുശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ കിളിക്കൊഞ്ചൽ എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭയിൽ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള വികസന സെമിനാർ അവതരിപ്പിച്ചു. നഗരസഭ ടൗൺ ഹാളിൽ ചേർന്ന യോഗത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മണത്തല ബേബി റോഡ് സ്വദേശി തന്നിശ്ശേരി പരേതനായ ശങ്കരൻ മകൻ 46 വയസ്സുള്ള പ്രേമനാണ് മരിച്ചത്. പഞ്ചായത്ത് റോഡ് കയ്യേറിയാണ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ കെട്ടിടം പണിതിട്ടുള്ളതെന്ന് വാർഡ് മെമ്പർ MC ഐജുവിന്റെ പരാതിയിൽ താലൂക്ക് സർവേ ടീം അളവ് നടത്തി. പോലീസ് സ്റ്റേഷന് സമീപമുള്ള റോഡിൽ സർവേ നമ്പർ 242/1 അളന്നപ്പോൾ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഒരു വശം പഞ്ചായത്ത് റോഡിലാണെന്ന് കണ്ടെത്തി. വേലൂർ ഇടവക സമൂഹം സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്തിനോസിന്റെയും പരിശുദ്ധ കർമ്മല മാതാവിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നു. ഗുരുവായൂർ പുന്നത്തൂർ റോഡ് താനപ്പറമ്പിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയ രഥോത്സവത്തിന് കൊടിയേറി. പൂജിച്ച കൊടിക്കൂറ വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയിൽ മേൽശാന്തി സത്യൻ താനപ്പറമ്പിൽ കൊടിയേറ്റി. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ പഴഞ്ഞി MG റോഡ് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ചാലിശ്ശേരി ശ്രീ മുലയംപറമ്പത്ത് പൂരാഘോഷത്തിനോടനുബന്ധിച്ച് പടിഞ്ഞാറേമുക്ക് കമ്മിറ്റി പുറത്തിറക്കിയ കലണ്ടർ പ്രകാശനം ചെയ്തു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനത്തിൽ ചിറളയം BCGHSൽ അനധ്യാപക ദിനം ആചരിച്ചു. അനധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങിൽ 31 വർഷക്കാലം സ്തുത്യർഹ സേവനം അനുഷ്ഠിച്ച വിരമിച്ച മുൻ അനധ്യാപകനായിരുന്ന MT തോമസ് മുഖ്യാതിഥിയായി. പെരുമ്പിലാവിൽ നടക്കുന്ന SKSSF ജില്ലാ സമ്മേളനത്തിന്റെ മനുഷ്യജാലികയുടെ ഭാഗമായി പെരുമ്പിലാവ് മേഖലാ കമ്മിറ്റി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ജില്ലാ സമ്മേളനം. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവ സമാപനത്തിന്റെ ഭാഗമായി വടക്കുംഭാഗ പൂജ നടന്നു. ചൊവ്വന്നൂർ മാർത്തോമ LP സ്കൂളിലെ മലയാള മനോരമ നല്ല പാഠം ക്ലബ്ബ് തയ്യാറാക്കി നിർമ്മിച്ച ഷോർട്ട് ഫിലിം മധുരനെല്ലിക്കയുടെ പ്രകാശനവും ഈ വർഷത്തെ നല്ല പാഠം പദ്ധതികളുടെ സമാപനവും നിയുക്ത ജില്ലാ ജഡ്ജി KN പ്രശാന്ത് നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദിശ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. പുന്നയൂർ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവവും വേല മഹോത്സവത്തിന്റെ കൊടിയേറ്റവും 17 ദിവസം നീണ്ടുനിൽക്കുന്ന കളംപാട്ട് മഹോത്സവത്തിനും തുടക്കമായി. കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. ചൊവ്വന്നൂർ ബ്ലോക്ക് കാർഷിക ഉപദേശക സമിതി ചെയർമാൻ ബാലാജി ഉദ്ഘാടനം നിർവഹിച്ചു. അയോധ്യ ബാബറി മസ്ജിദ് തകർത്ത പശ്ചാത്തലത്തിൽ 1992 പ്രശസ്ത സംവിധായകൻ ആനന്ദ് പറ്റർധൻ ചിത്രീകരിച്ച റാം കെ നാം ഡോക്യുമെന്ററി DYFI തിരുവത്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പുറം സെന്ററിൽ പ്രദർശിപ്പിച്ചു. കാണിയാമ്പാൽ ശ്രീ ദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രത്തിൽ മകരപ്പത്ത് പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. ശ്രീലങ്കൻ ജനപ്രതിനിധികളുടെ പഠന സംഘം എളവള്ളി പഞ്ചായത്തിൽ സന്ദർശനം നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.